നിങ്ങളെ ഞാൻ വളരെ ആദരപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമതായി ബഹുമാനായി നമ്മുടെ അബ്ദുള്ള അലി അൽ ഷൈബാനി അവർക്ക് സ്വാഗതം പറയുകയാണ്. ബാറക്കല്ലാഹു ഫീകും വഫീ മസായികും അൽ ഖൈരിയ. ഈ ജമാഅത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സാരഥികൾ, ഈ ജമാഅത്തിന്റെ വിവിധ ജമാഅത്തിൽ നിന്നും ഇവിടെ ചേർന്ന പണ്ഡിതന്മാർ, ഈ മഹത്തായ സംരംഭത്തിന് സാക്ഷികളാവുന്ന നിങ്ങൾ, നമുക്കറിയാം ഈ പള്ളി ഇവരും നമ്മുടെ നാട്ടുകാരുടെ നിങ്ങളെല്ലാവരും തുടങ്ങി വെച്ചു. അതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമാവുന്ന അതിൻ്റെ ചെലവ് നമ്മുടെ ഇവയിലുള്ളതായ ഒരു ഇമ്രാത്തും സ്വാലിഹ ഉഖ്തു ഹാദൽ അഖ് അബ്ദുള്ള അലി ഷൈബാനി ഇസ്മുഹ മറിയം ബിൻത് അലി ഷൈബാനി. هي التي قامت بالمساعدة الجليلة لبناء هذا المسجد، وهي ترجو الدعاء منا ومن جميع المسلمين، ونحن ندعو لكم في هذا الوقت. يا الله، اللهم ابن لها بيتا في الجنة، اللهم احفظها واحفظ أعدادها واحفظ أخاها عبد الله علي واحفظ جميع طالبيها من جميع الشرور. اللهم اصلحها واصلح قالبها واصلح أولادها. اللهم اصلح لنا وإياها كما أصلحت به عبادك الصالحين. اللهم احفظها واحفظ جميع المؤمنين من جميع الشرور ببركة هذا المسجد. وهذا نتيجة العلاقة بين العرب وبين الهند. നമ്മൾ അറബികളും ഹിന്ദിയും തമ്മിലുള്ള അലാഖത്ത് വതീത അലാഖത്ത് ഖദീമ ഇസ്ലാമിന് മുമ്പ് തന്നെ ചരിത്രങ്ങളൊക്കെ അങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. അറബികളും നമ്മൾ തമ്മിലുള്ളതായ ബന്ധങ്ങൾ, ബിസിനസ്സുകാരുമായി മറ്റും അതിൻ്റെ ഒരു സമ്പത്ത്, അതിൻ്റെ ഒരു നതീജയാണ് ഇതുപോലെ അഗ്നിയാവും من أهل الإمارات المكرمة وهم يساعدون لبناء المسجد ولجميع الخيرات في بلادنا.
وكم من مساجد بنيت على نفقاتهم وحسابهم ونحن نسأل الله أن يوفقنا وإياهم لما تحب وترضى. ബഹുമാനുള്ളവരെ, നമ്മൾ ഹിന്ദു തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഫലമാണ്. ഇവിടെ ഒരുപാട് അറബി സുഹൃത്തുക്കൾ, കേരളത്തിൽ ഒരുപാട് നന്മകളും ഇതുപോലുള്ള പള്ളികളൊക്കെ നിർമ്മിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കബൂൽ ചെയ്യട്ടെ. തക്കതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല. മസ്ജിദിനെ പറ്റി നമുക്കറിയാം. പള്ളി അല്ലാഹുവിൻ്റെ ദീനിൻ്റെ വിശുദ്ധമായ ശിആറുകളിൽപ്പെട്ട ഒന്നാണ്. വമൻ യുഅദ്ദിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ദീനിൻ്റെ ശിആറുകളിൽപ്പെട്ട ഒരു വലിയ ശിആറാണ് മസ്ജിദ്. ഈ മസ്ജിദ് നമ്മൾ തഅബീം ചെയ്യണം. ആ മസ്ജിദിൻ്റെ സമീപത്ത് വെച്ച് തന്നെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല മദീനത്ത് കുഫയിൽപ്പെട്ട രണ്ടാളുകൾ മദീനത്തെ പള്ളിൻ്റെ സമീപത്ത് വെച്ച് ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരെ സഹായിച്ചു. അവരോട് പറഞ്ഞു, അത്തർഫഅനി സൗതകുമാ ഇന്ന മസ്ജിദി റസൂലില്ല, അല്ലെങ്കിൽ ഇന്ന ഹദറത്തി റസൂലില്ല. ഖുർആൻ റസൂലിന്റെ ഹദറത്ത് തന്നെയാണ് റസൂൽ വഫാത്തായ റസൂലുള്ളാഹിന്റെ ഹദറത്ത്. അവൻ്റെ ഹദറത്തി റസൂലില്ല, അല്ലെങ്കിൽ ഇന്ന മസ്ജിദ് റസൂലില്ല. ഇങ്ങനെ പല അഭിപ്രായങ്ങളും. നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിന് ഉയർത്തണോ എന്ന് ചോദിച്ചു. ലൈൻ കുത്തുമാമിൻ അഹ്ലിൽ മദീന ലാവുജാനത്ത്. നിങ്ങൾ മദീനക്കാരാണെങ്കിൽ നിങ്ങൾ ഞാൻ വേദനിപ്പിച്ചു എന്ന് പറയും. അല്ലെങ്കിൽ ലൈൻ കുത്തുമാമിൻ അഹ്ലിൽ മദീന ലാഅസ്സർതും. നിങ്ങൾ മദീനക്കാരാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഇമാമ് ഖാദി ഭരണാധികാരി എന്നുള്ളതാണ്, ഞാൻ നിശ്ചയിക്കുന്നതായ ഒരു ശിക്ഷ നിങ്ങൾക്ക് നൽകുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. മദീനത്തെ പള്ളിൻ്റെ പുറത്ത് ശബ്ദം ഉണ്ടാക്കിയപ്പോഴാണ്. അപ്പോൾ പള്ളിൻ്റെ ആ പള്ളിയാവുന്ന ആ ശിആറിനെ ബഹുമാനിക്കുന്നതിനോട് എതിരാണ്. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ നമ്മൾ പ്രകടനമൊക്കെ പോകുമ്പോൾ പള്ളിൻ്റെ അടുത്തേക്ക് നിർത്തുന്നത്. ഒരാൾ മഴക്കുത്തി പോവുകയാണെങ്കിലും പള്ളിൻ്റെ അടുത്ത് വെക്കുമ്പോൾ തുണിയൊന്നും തുറന്നാണ്. ഇന്നിപ്പോൾ നമ്മൾ പ്രകടനം പോകുമ്പോൾ തന്നെ പള്ളിൻ്റെ അടുത്ത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ മറ്റുള്ളവർക്ക് തോന്നി ഇത് അങ്ങനെ ബഹുമാനിക്കപ്പെടേണ്ട സാധനം ഒന്നല്ല. അല്ലെങ്കിൽ ഇവർക്ക് അവരൊക്കെ മനസ്സിൽ ബഹുമാനം ഉണ്ടെങ്കിൽ ആ ബഹുമാനം ഇല്ലാതെയാക്കുന്ന പണിയാണ് നമ്മൾ ഇന്നൊക്കെ കഴിച്ചത്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നിപ്പോ പള്ളി എന്ന് പറഞ്ഞാൽ നല്ല പള്ളിയാണെങ്കിലും അടിച്ചു പൊളിച്ച് പുതിയ പള്ളികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ പള്ളി സൗകര്യം ഇല്ലെങ്കിൽ സൗകര്യപ്പെടുത്തണം, പള്ളികൾ മോടി പിടിപ്പിക്കണം എന്നല്ല. പള്ളിയിൽ ജനങ്ങൾക്ക് ഇബാദത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കാരണം വഴി കൂടി പോകുമ്പോൾ തന്നെ പള്ളിയിൽ കാർപ്പറ്റ് ഉണ്ടോ നോക്ക്, അത് പുതിയ കാർപ്പറ്റാന്ന് നോക്ക്, അവിടെ AC ഉണ്ടാന്ന് നോക്ക്, അവർ എങ്ങനെ ഹൈടെക് ആണോ നോക്ക്, കക്കൂസ് എങ്ങനെ നോക്ക്, എന്നാൽ അത് കയറ്റാൻ. എന്നാൽ തന്നെ ഒരു സോക്കോട് ചേർത്തനാണെങ്കിൽ അങ്ങോട്ട് വന്ന് കയറി പാടേനെ കസാല വെച്ചിട്ട് ടൈം ചെയ്ത് കണ്ട് 4 സുഖമൊക്കെ തല അങ്ങോട്ട് കൊണ്ട് അടി ചെയ്തു പോകും. ഞാനങ്ങനെ ആലോചിക്കുന്നത്, എന്താ ഈ ഫംഗ്ഷന് ഒരു സോക്കോട് എന്താ ഇങ്ങനെ അങ്ങനെ നിസ്കാരപാത്രമുള്ളൂ നമുക്കൊക്കെ. അപ്പോൾ സൗകര്യം വേണം. അത് സൗകര്യം ഉപയോഗപ്പെടുത്തേണ്ടതെന്നല്ല പറഞ്ഞു. ഫാൻ നമുക്ക് ഉപയോഗപ്പെടുത്താം, AC ഉപയോഗം. നമ്മൾ വ്യാപാരമൊക്കെ വിശരിക്കൊണ്ട് വീത് പാളകൊണ്ടൊക്കെ വിശനുണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ വാപ്പയൊക്കെ മുമ്പ് വിശനുകൊണ്ട് വീതിയാണ്. ഞാൻ നമ്മളെ ഈ ഫാനിൻ്റെ കാറ്റുള്ളൂല, ഞാൻ AC-ൻ്റെ കാറ്റുള്ളൂല എന്നൊക്കെ പറഞ്ഞാൽ ഒരു തങ്ങൾക്ക് എന്തോ ഒരു തകരാറുണ്ട്. മൂപ്പര് നമ്മളെവിടെയെങ്കിലും ഒരു മാനസിക ആശുപത്രിയിൽ പൊതുവായിട്ടോ അല്ലെങ്കിൽ ഊളമ്പ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലുണ്ടല്ലോ, എവിടെയും കൊണ്ടും ചികിത്സിക്കാൻ തോന്നും. അതാണല്ലോ. അപ്പോൾ ശരീരനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനോട് എതിരല്ലാത്ത എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മൾ പിന്നെ ഹജ്ജിന് ഞാൻ എന്താ പറഞ്ഞാൽ ട്രെയിനൊന്നും പോയില്ല, നടന്നേ പോവുള്ളൂ. സൗകര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി പോയാൽ മതി, നടന്നു പോകണമെന്നില്ല. അത് സൗകര്യങ്ങൾ ശരീരത്തിനെതിരല്ലാത്ത എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടും. പള്ളിയിൽ മുമ്പ് കാർപ്പറ്റ് ഉണ്ട്, മുമ്പ് വിൽക്കാൻ പോലും ഒന്നും ഇല്ലാത്ത കാലഘട്ടം. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആ ഇപ്പോഴായിട്ട് കാലഘട്ടത്തിനനുസരിച്ചുള്ള പുരോഗമനങ്ങൾ വരുമ്പോൾ അത് ശരീരത്തിന് അനുവദിക്കുന്ന സൗകര്യങ്ങളാണെങ്കിൽ ആ സൗകര്യങ്ങൾ. അപ്പോൾ പള്ളി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനങ്ങളാണ്. ഇതിനെന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇതിനെ ഇങ്ങനെ മസാജിദുകളെ അവിടെ നിർമ്മിക്കാൻ കൽപ്പിക്കപ്പെട്ടത്? നമ്മൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ ഇബാദത്തിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ടാവും നിശ്ചയിച്ചു. പ്രതിഫലം കിട്ടുന്ന ചില സമയങ്ങൾ കണ്ടില്ലേ? വെള്ളിയാഴ്ച ഒരു ദിവസം ഉണ്ട്, സമയമുണ്ടെന്ന്. ആ സമയത്ത് ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ ദുആനെ തട്ടപ്പെടില്ല. ആ സമയം ഏതാ? അത് പലരും പല സമയം പറഞ്ഞു. എന്തുകൊണ്ട് ഈ സമയം ഇന്ന സമയാന്ന് വിവരിച്ചാൽ നമ്മളത് വിവരിച്ചെന്നാ നെയ്യിട്ട് കൊടുത്ത് ബുക്കാന്ന് പറയില്ലേ? നമ്മളൊക്കെ ആ സമയത്ത് പോയിക്കാണ്ട് അല്ലാഹു പഠിച്ചവരെ കുറച്ച് മോരോ ഉണ്ടാവുന്നോ, അല്ലെങ്കിൽ എന്റെ വീട് കെട്ടിച്ചുണ്ടാവുന്നോ, അല്ലെങ്കിൽ അപ്പൊ അത് കാര്യം കഴിച്ചിലേക്ക് പോയി. അത് പറ്റൂല. ആ ദിവസം മുഴുവനുള്ള ഈ ഭാഗത്തുകൾ കൊണ്ട് ധന്യമാക്കണം. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്തിനെ പറഞ്ഞില്ല. അതൊക്കെ അറിയാത്തതുകൊണ്ടാണ്, അള്ളാഹുവിനൊക്കെ അറിയാത്തതുകൊണ്ടാണ്. ലൈലത്തുൽ ഖദ്ർ റമദാനിൽ എപ്പോഴാണ് ഉണ്ടാവുക അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹ് റസൂലിനെ അറിയാം. റസൂൽ ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നു. അപ്പൊ സഹാബത്തിന് തർക്കം കണ്ടപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങളെ തർക്കം കാരണം പ്രൂഫിയാണ്. ആ ലൈലത്തുൽ ഖദ്റിന് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്റിന് ഉയർത്തപ്പെട്ടു എന്നല്ല, അത് ശിയാക്കളെ ആഗ്രഹിതേ. ലൈലത്തുൽ ഖദ്ർ ഇവിടെ ഉണ്ടാവും. ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. ലൈലത്തുൽ ഖദ്റിന്റെ ആ മുഅയ്യനത്താവുന്ന ലൈലത്തിന് ഉയർത്തപ്പെട്ടു. ഇന്ന് രാത്രി റസൂൽ പറഞ്ഞു, റമദാന്റെ റമദാന്റെ അവസാനത്തെ പത്തിലുള്ളതായ വറ്റിയായ രാത്രികളിൽ പ്രതീക്ഷയോടെ അത് ഇന്ന രാത്രി എന്ന് പറഞ്ഞ നീലത്തിന് വേണ്ടിയില്ല. എല്ലാ വറ്റിയായ രാത്രികളിലും ഇബാദത്ത് ചെയ്തുകൊണ്ടിട്ട് നമ്മളെ ഹസനാത്തിന്റെ തുലാസിൽ നന്മകൾ കൂടാൻ വേണ്ടിയിട്ടാണത്. അല്ലാതെ എന്നാ 27 പറഞ്ഞു പറയുന്നത്, 27 ഉറപ്പുണ്ടോ? 21 പറഞ്ഞു പറയുന്നത്, 23 പറഞ്ഞു പറയുന്നത്. അതൊന്നും പറയാതെ നിനിപ്പം വ്യക്തമാക്കി കഴിയുന്നു. നമ്മൾക്കറിയാം, നമ്മളൊക്കെ ഇബാദത്ത് ചെയ്താൽ നമ്മളേക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വലിയ ഓഫർ കൊടുത്താൽ അത് ഉപയോഗപ്പെടുത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് വലിയൊരു ഓഫർ, റമദാനിന്റെ വലിയൊരു ഓഫർ, റമദാന്റെ അവസാനത്തെ 10 ഓഫർ, ഒറ്റയായ രാത്രികളിൽ ഓഫർ. അപ്പൊ ആ ഒറ്റയായ രാത്രി നമ്മളിപ്പോ ഏതെങ്കിലും ദിവസത്തിൽ പോയി കണ്ടിട്ട് വഴിക്കകത്ത് പോയി സ്ഥലത്തിരിക്കാണ്ട് കുട്ടികളെ ഒച്ചമുടി ഉണ്ടാക്കി പോകും. അങ്ങനെ പറയാം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ആ രാത്രി മുഴുവൻ വിഭാഗത്തുകളെ കൊണ്ട് ചെയ്യണം. ഒറ്റയായ എല്ലാ രാത്രിയിലും ഈ ഭാഗത്തുകളെ കൊണ്ട് നമ്മൾ ചെയ്യണം. കാരണം ഏതെങ്കിലും രാത്രി ഉണ്ടാവുള്ളൂ, ഈ സംശയമില്ല. പക്ഷെ ഈ ഒറ്റയായ എല്ലാ രാത്രിയിലും നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഹസനാത്തുകളുടെ ഹസനാത്തിന്റെ ആ മീസാനിന്റെ ആ തുലാസ് അത് ഘനമായി തൂങ്ങപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹുവിക്ക് നമ്മളോടുള്ള റഹ്മത്ത് കാരണമായിട്ട്. അപ്പൊ എന്നതുപോലെ പള്ളിക്ക് ഒരുപാട് പോയി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾ പള്ളിയിൽ നിന്നാണ് കയറ്റേണ്ടത്. പള്ളിയിൽ ആണുങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടാകുന്നതല്ല, പെണ്ണുങ്ങളെ മോശമാക്കിയതല്ല. പെണ്ണുങ്ങൾക്ക് പള്ളി മതി, വര മതി എന്നാണ് അല്ലാഹു റസൂൽ പറയുന്നത്. ആണുങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചാണ്, പള്ളിയിൽ നിസ്കരിച്ചാണ് കൂലി ഉണ്ടല്ലോ. അതേമാതിരി പെണ്ണുങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുന്ന അതാണ് ഉപയൂത്തുവിന്റെ ഹൈബുലഹുന്ന എന്ന് പറഞ്ഞില്ല. അപ്പൊ ആ നിലക്ക് ആണുങ്ങൾ ഉണ്ടാവണം, ആണ് ഈ പള്ളിയിൽ ഉണ്ടാവണം. ആ ആണുങ്ങൾ ഏതെങ്കിലും ആളുകൾക്ക് പള്ളിയിൽ വന്ന് ചേക്കാറുള്ളതല്ല. യുഹിബ്ബൂന അൻ യതതഹറു, എല്ലാ നിലക്കുള്ള വിശുദ്ധിയോ ഹൃദയത്തിന് വിശുദ്ധി വേണം. ഹൃദയത്തിൽ നിന്ന് കിബർ, അസദ്, വജുബ്, റിയാദ് പോലത്തെ സർവ്വ സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവന്റെ അവയവങ്ങൾക്ക് വിശുദ്ധി വേണം. എന്താ അവയവങ്ങൾക്ക് വിശുദ്ധി എന്ന് പറഞ്ഞാൽ അവന്റെ അവയവം കൊണ്ട് തമ്മാടിത്തരം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ അവയവമായി വഴിപ്പെടാൻ പാടില്ല. വ്യഭിചരിക്കാൻ പോണ ഉപയോഗിക്കുന്ന ഒരു ആയുധം ഉണ്ടല്ലോ, ആ ആയുധം വ്യഭിചരിക്കാൻ ഉദ്ദേശിച്ചാൽ ആ ആയുധമായി വഴിപ്പെടില്ല. യഥാർത്ഥ മോമിന്റെ ആയുധം അതാ പറഞ്ഞിട്ടുള്ളത്. ഒരു കക്കാൻ പോണ ആള് കക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൈയാണെങ്കിൽ ആ കയ്യായി വഴിപ്പെടില്ല. മഹാനാവുന്ന വിശുറാക്കി തങ്ങളൊരു വീട്ടിൽ സൽക്കാരത്തിൽ നിന്നു. അവിടെ എല്ലാവർക്കും അറിയുന്നത് വിശുറാക്കിയാവുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണെന്ന്. മൂപ്പര് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ കയ്യുകൾ കൊണ്ടുപോകും. അപ്പൊ തന്നെ കൈ കടി പിന്നേക്ക് വരും, പിന്നെയും കൊണ്ടുപോകും, പിന്നെയും വരും. അപ്പൊ അവിടെയുള്ള ആളുകൾ ചോദിച്ചു, ഇവൻക്ക് പറ്റി ഇവന്റെ ഭക്ഷണം കഴിക്കാത്തത്. അപ്പൊ അത് വിശുറാക്കി തങ്ങളാണെന്ന് അറിയുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇന്ന ഹാദർ റജുല ലാ തംതദ്ദു യദുഹു ഇലാ തുആമിൻ ഫീഹി ഹറാം ഔ ശുബ്ഹ, ഹറാമോ ശുബ്ഹത്തുള്ളതായ ഭക്ഷണത്തിന് ഈ മനുഷ്യന്റെ കൈ പോകില്ല.
അതാണ് കൈ അങ്ങോട്ട് കൈ അപ്പം തന്നെ കൈ മയക്കണമെങ്കിൽ കൈ കണ്ട് വരികയാണ്. അപ്പൊ അറാമോ കറാഹത്തോ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവയവമായി വഴിപ്പെടാതിരിക്കണം. ഇതാണ് എല്ലാ വിശുദ്ധി ഉദ്ദേശിക്കുന്നതായ ആളുകൾക്ക് ആ ആണുങ്ങൾ അങ്ങനത്തെ ആണുങ്ങളാണ് എവിടെ ഉണ്ടാവേണ്ടത്, പള്ളിയിൽ ഉണ്ടാവേണ്ടത്. അങ്ങനത്തെ ആണുങ്ങളെ വന്നുകൊണ്ട് വിഭാഗത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ട സ്ഥലമാണ് പള്ളി. അപ്പൊ അതുകൊണ്ട് ദീന്റെ ഷിയാറാവുന്ന ഏറ്റവും വലിയൊരു മാസമാണ് ഞാൻ അടുത്ത് വരുന്നത് റമദാൻ. അള്ളാഹുമ്മ ബാരിക് ഫീ റജബിൻ വ ശഅബാൻ വ റസൂലുള്ളാഹി വബല്ലഗനാ റമദാൻ. റജബിൻ ശഅബാനിലൊക്കെ ബർക്കത്തിരിക്കുന്നു പറഞ്ഞാൽ പഠിത്തപ്പോലെ ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഈ റജബിനെയും റമദാനും ശഅബാനും ഒക്കെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനുള്ളതായ അതിന്റെ എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളും നീ ഏർപ്പെടുത്തി തന്നെ തമ്മിലുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ കുറഞ്ഞ ഇബാദത്താണെങ്കിൽ ധാരാളം സ്വഭാവം എന്നുകൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്മിലാണ്. റമദാൻ പിന്നെ റമദാൻ വരുമ്പോൾ പൂർണ്ണമായിട്ടൊരു ചാർജ് ചെയ്യുന്ന മാസമാണ് റമദാൻ. നമ്മളിപ്പോ മൊബൈൽ ചാർജ് ചെയ്യുന്നില്ലേ എന്നതുപോലെ നമ്മുടെ ശരീരത്തിൽ ഈമാനാവുന്ന ഒരു പ്രകാശം. ഈമാൻ ഒരു നൂറ് പ്രകാശമാണ്. ആ ഈമാനാവുന്ന നൂറിനെ നമ്മൾ പ്രകാശിപ്പിക്കണം. അതിനെ പ്രകാശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സായിഹാത്താവുന്ന വിഭാഗത്തുകളെ കൊണ്ട് അതുക്കാറുകളൊപ്പം. അപ്പൊ അന്നക്ക് അപ്പൊ ദിക്റുകൾ ധാരാളം ചെയ്യാം. മറ്റുള്ള സുന്നത്തായ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ഉസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കെട്ടി പിടിച്ചിരിക്കാന്നല്ല, പോയിട്ട് എനിക്ക് കഴിയില്ലല്ലോ, മരിച്ചു പോകാമെന്നല്ല. അപ്പൊ മഹാന്മാര് ഈ ലോകത്തുള്ള അത്ഭുതകരമായ രഹസ്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആ നമുക്ക് ഹൃദയത്തിലേക്ക് അറിവുകൾ കൂടെ കുത്തി ഒഴുകി വരാൻ അള്ളാഹു റബ്ബാണ് എന്നതിന്റെ മേൽ അറിയിക്കണ പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹു ഈ ലോകത്ത് വിന്യസിച്ചിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെ ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിക്കാതെ നോക്കി മനസ്സിലാക്കാൻ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ മനുഷ്യനെത്തുക. അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ ധാരാളം ദിക്റുകൾ. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അവസ്ഥയിലെത്തിയ ആളാണല്ലോ. എങ്കിലും എല്ലാ അവസരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കുന്നത് മഹാന്മാരുടെ സ്വഭാവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധമാവുന്ന ഈമാൻ, ആ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ, ആ ഈമാനിന്റെ പ്രഭ കൂട്ടാൻ വേണ്ടി അതിനെ ചാർജ് ചെയ്ത് ഈ കൊല്ലത്തെ റമദാൻ ചാർജ് ചെയ്താൽ ആ ചാർജ് അടുത്ത കൊല്ലം വരെ നീണ്ടിക്കണം. നമ്മൾക്ക് നീണ്ടിക്കില്ല. നമ്മൾ റമദാൻ കഴിയുമ്പോൾ റമദാൻ തന്നെ 1-2 വന്ന് നോക്കും. കാരണം സുഫീദത്തിഷയാത്തീന്ന മാതൃഷയാത്തീനെ ഞങ്ങൾക്ക് ഇടും. ഞങ്ങളുടെ സുഖത്തിന് വാതിൽ തുറക്കപ്പെടും, നരകത്തിന്റെ വാതിൽ അടക്കപ്പെടും. ഒരുപാട് പ്രതിഫലമായിട്ട് ഇങ്ങനെ ഓഫർ ചെയ്യാൻ മലായിക്കത്തൊക്കെ നടക്കിയത്. പക്ഷേ നമുക്ക് നമ്മൾക്ക് 10 15 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസം കഴിയുമ്പോൾ കരുതുണ്ടാവും. ചിലർ ഒന്നാമത്തെ 10-ലൊക്കെ ഉണ്ടാവും, ചില രണ്ടാമത്തെ 10-ന്റെ ഒരു പകുതി. പിന്നെ 15 ദിവസം ആകുമ്പോൾ എന്തായി എന്നറിയോ, ചൊവ്വാല് കരുതുന്നില്ലെങ്കിൽ ചാപ്പാടൊക്കെ അടിച്ചേണ്ടത് കയറ്റി ചാപ്പാടിനുള്ള പരിശീലനാണ് ഇരിക്കണം. മറ്റേത് പകൽ വരുമ്പോൾ തിന്നാന്നിട്ടാണെങ്കിൽ പിന്നെ പെരുന്നാളിനൊന്നും ചായ പിടിച്ചപ്പോൾ കഴിക്കില്ലല്ലോ. അപ്പൊ അതിനൊരു പരിശീലനം 15 പോയി തുടങ്ങാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾക്കുള്ളത്. അപ്പൊ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളായിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കാം. അതിന് പറ്റുന്നതായ ഒരു മനുഷ്യൻ എപ്പോഴും പള്ളിയായിട്ട് ബന്ധപ്പെടുത്തുക കണ്ടാവോ മുഅ്മിനാണെന്ന് എവിടെ പോയി സാക്ഷ്യത്വം ആരോട് ചോദിക്കണം? മുഅ്മിനിക്ക് പള്ളിയായിട്ട് ബന്ധപ്പെടാൻ പറ്റും. അപ്പൊ ആ നിലക്ക് നമ്മളൊക്കെ നമ്മുടെ ബന്ധം പള്ളിയാവാൻ വേണ്ടി ശ്രമിക്കാം. പള്ളിയായിട്ടുള്ളതായ ആ ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ വരുത്തട്ടെ. ഇത് മായുമ്പോഴത്തേനും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു പുനർനിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സഹായിച്ച അബ്ദുള്ള അലി അൽ ഷൈബാനിക്ക് തൈക്കാട് മഹല കൂട്ടായ്മ UAE-യുടെ ഉപഹാരം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ നൽകുന്നു. അതിനുവേണ്ടി 2 പേരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അള്ളാഹുവിന്റെ ഭവനമായ ഈ മസ്ജിദ് നിസ്കാരത്തിനായി നമുക്ക് തുറന്നു തന്ന സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് തൈക്കാട് മഹല്ല് കൂട്ടായ്മ യുവയുടെ ഉപഹാരം സംഘടനാ പ്രസിഡന്റ് മുഹമ്മദ് ഹാജി നിർവഹിക്കുന്നു. കുറഞ്ഞ സമയത്തിൽ വളരെ മനോഹരമായി പള്ളി പുനർനിർമ്മാണം പൂർത്തീകരിക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഫൈസൽ പെരിഞ്ഞനം, അദ്ദേഹം ഇതിന്റെ എഞ്ചിനീയറും കോൺട്രാക്ടറും ഒക്കെയാണ്. ആ അദ്ദേഹത്തിനുള്ള സ്നേഹോപഹാരം തൈക്കാട് മഹല്ല് കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് ഫൈസൽ ഗുരുവായൂർ, ഫൈസൽ ചന്ദ്രാബിന്നി, അദ്ദേഹത്തിന്റെ മുഹമ്മദ് റാഫിയുടെ അനുജനാണ് ഫൈസൽ ചന്ദ്രാബിന്നി, അദ്ദേഹമാണ് നേതൃത്വം കൊടുത്ത ലാസ്റ്റ് സമയത്ത് വരുന്നുണ്ട്. യുഎയിലെ കൂട്ടായ്മയായ SKF ചോറുപടി മേഖല കമ്മിറ്റി അഥവാ SKSB CMC തുടക്കം കുറിച്ച മാതൃകാ മുസാഫിർ മദ്രസയുടെ ഭാഗമായി തെക്കേ തൈക്കാട് മദ്രസത്തിൽ ബദ്രിയയിൽ നടപ്പിലാക്കിയ ദാറുൽ ഫുർഖാൻ ഖുർആൻ തജ്വീദ് ക്ലാസിൽ പഠിച്ച് ഈ കഴിഞ്ഞ മുസാബക്ക സീനിയർ ഖുർആൻ പാരായണ മത്സരത്തിൽ സംഘടനാ തലത്തിൽ എ ഗ്രേഡ് നേടിയ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടിയ നസർ സിദ്ദീഖ് തെക്കേ തൈക്കാട് മദ്രസയിലെ വിദ്യാർത്ഥിയാണ്. നസർ സിദ്ദീഖ് അദ്ദേഹം സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടിയിട്ടുണ്ട് മുസാബക്ക ഖുർആൻ പാരായണത്തിൽ. അദ്ദേഹത്തിനെ പ്രാപ്തനാക്കിയ ഉസ്താദ് ഉമ്മദ് ദാരിമിക്കും SKSCMCയുടെ ഉപഹാരം തങ്ങൾ നൽകുന്നു. ഒരു സമ്മാനം കൂടെ ഉണ്ടല്ല. വെല്ലൂർ ബാക്കിയാത്ത സാലിഹാത്തിൽ നിന്ന് മുത്തവ്വൽ പരീക്ഷയിൽ ഒന്നാം റാങ്കോടെ വിജയിച്ച നമ്മുടെ ചെവല്ലൂർ മഹലിലെ ജാബിർ ഫാദിൽ ബാക്കവിക്ക് SKSSF CMC നൽകുന്ന ഉപഹാരം സയ്യിദുൽ ഉലമ നൽകുന്നു. നമ്മുടെ ഈ പള്ളി പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ വയനാട് ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദിന്റെ താഴ്ന്ന മകനാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. عائلة فاميلي والشيباني وزير مال الأوقاف دبي عائلة واحدة. السلام عليكم. وعليكم السلام ورحمة الله.